പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ട്? പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിച്ചു എന്നുള്ളൊരു കൈവൃത്തി കാണും. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും പേർക്ക് ദൈവം എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നു. ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. നിങ്ങളെ ആത്മാവിൽ വളരാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ മാത്രമേ പറ്റൂ. പക്ഷേ വളരാൻ സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അറിഞ്ഞുകൂടാത്ത വചനം വിശദീകരിച്ച് പറഞ്ഞു തരാനായിട്ട് കഴിയും. പക്ഷെ അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും സമയം വേർതിരിച്ചേ മതിയാവും. ഈ ലോകം മുഴുവനും നേടി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ലോകം മുഴുവൻ ഞാൻ നേടി ഓടി നടന്നു. ഈ സമയമെല്ലാം നമ്മൾ എന്തിനാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഓട്ടോ അല്ലേ? രാവിലെ തുടങ്ങുന്ന ഓട്ടോ, ബെഡിലോട്ട് കിടക്കുന്ന നേരം വരെ ഓട്ടോ. എന്താ ഈ ഓടുന്നേ? മൊത്തം ഓട്ടോ. ആകെ തുക എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. ദയവായിട്ട് നമ്മുടെ ജീവിതം ഒരു ബിഗ് സീറോ ആയി അവസാനിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നേടിയതോ ഇവിടെ അധ്വാനിക്കുന്നതോ ഒന്നും നമുക്ക് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് നിത്യതയിലേക്കുള്ളത് കൂട്ടിവെക്കാനായി നിങ്ങൾ അധ്വാനിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അധ്വാനം ഇവിടെ ഉള്ള ഒന്നിനും വേണ്ടി ആവരുത്. നിത്യതയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും തീരണം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഒരു വചനം വായിച്ചില്ലേ? അന്ത്യകാലത്ത് എന്നാ പറ്റുമെന്നാ പറയുന്നേ? ദുർഘട സമയങ്ങൾ വരും. അന്ത്യകാലത്ത് വലിയ സന്തോഷം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റിലായിരിക്കുന്നവന് മാത്രം അകത്ത് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അന്ത്യകാലത്ത് ദുർഘടമായ സമയങ്ങൾ വരും. ഈ സമയം എന്ന് പറയുന്നത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് മനുഷ്യരെല്ലാം അവരുടെ ഇഷ്ടം ചെയ്യുന്നവരായി മാറും. നിങ്ങൾ ഇന്ന് ലോകത്ത് എടുത്ത് നോക്കിക്കേ, ഒരു 100 പേരെടുത്താൽ, ദൈവമക്കളും അല്ലാത്തവരെല്ലാം കൂടി എടുത്താൽ മതി, അവരാരുടെ കാര്യം ചെയ്യാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആരുടെ കാര്യത്തിനായിരിക്കും? സ്വന്തം കാര്യങ്ങൾക്കല്ലേ? ആണോ അല്ലയോ? ആണ്. നമുക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? നമ്മുടെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിന്ന് തുടങ്ങാമല്ലോ അല്ലേ? ന്യായവിധി എപ്പോഴും ദൈവഗൃഹത്തിൽ നിന്നാണല്ലോ. അപ്പം നമ്മളിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. നമ്മളെപ്പോഴും എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതോ ദൈവത്തിൻ്റെ കാര്യത്തിനാണോ? നമ്മുടെ കാര്യത്തിനാ. സത്യസന്ധമായിട്ട് എല്ലാം പറയണമല്ലോ. നമ്മൾ എപ്പോഴും 1ാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്കാണ്. ആണ്. 100 പേരെടുത്താൽ 99 പേരും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊന്ന് ആ വചനം ഒന്ന് അങ്ങനെ തന്നെയാണോ വചനത്തിൽ പറയുന്നതെന്ന് നോക്കാം. 2 തിമോത്തിയോസ് അതല്ല ഞാൻ ഇത് പറയാൻ വന്നത്. അവിടെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നതേ ഉള്ളൂ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-ാം വാക്യം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും. മതി, അവിടെ നമുക്ക് ഓരോ വാക്കായിട്ട് നോക്കാം. മനുഷ്യർ എന്തായി തീരുമെന്നാ പറയുന്നേ? സ്വസ്നേഹികൾ. അവർക്ക് അവരുടെ കാര്യം നേടണം. അങ്ങനെ ആയി തീരും. ഇന്ന് നമുക്ക് ചുറ്റുമൊന്ന് നോക്കിയാൽ മതി, നമ്മളെ നോക്കിയാൽ മതി, നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അവർക്ക് എങ്ങനെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ചിന്തയുള്ളവരാണ് ഏകദേശം 90% നമ്മളും ആയിരിക്കുന്നത്. അപ്പം മനുഷ്യർ സ്വസ്നേഹികൾ, സ്വാർത്ഥ കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ എന്നെല്ലാം പറയുന്ന അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്ന നാളുകളായിരിക്കും അന്ത്യനാളുകൾ എന്ന് പറയുന്ന. മനുഷ്യർ സ്വസ്നേഹികളും. രണ്ടാമത്തത് ദ്രവ്യാഗ്രഹികൾ എന്നാണ് പറയുന്നത്. ദ്രവ്യാഗ്രഹികൾ എന്ന് പറഞ്ഞാൽ ധനത്തോട് ദ്രവ്യം എന്ന് പറഞ്ഞാൽ ധനമാണ്. പണത്തോടുള്ള മോഹം ഉള്ളവരായി മാറും. പണം എങ്ങനെ നിയന്ത്രിക്കുന്നോ അങ്ങനെ അവർ ജീവിക്കും.
ശരിക്കും പറഞ്ഞ ദൈവമക്കൾ എങ്ങനെ ജീവിക്കേണ്ടേ? ആത്മാവ് പറയുന്ന പോലെ ജീവിക്കേണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ ചുറ്റുപാടുമുള്ള മനുഷ്യരെ മുഴുവൻ നമ്മൾ എടുത്ത് നോക്കിയോ, നമ്മൾ ആര് പറയുന്ന കേട്ടോണ്ടിരിക്കുന്നേ? പണം പറയുന്ന കേട്ടോണ്ടിരിക്കുന്നേ. അല്ലെ? യേശു പറഞ്ഞു, നിങ്ങൾക്ക് 2 യജമാനന്മാരെ ഒരിക്കലും സേവിക്കാൻ പറ്റത്തില്ല. ഒന്നില് ദൈവത്തെ സേവിക്കാം, അല്ലെങ്കിൽ മാമോനെ സേവിക്കാം. 2 പേരും കൂടെ സേവിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 വെള്ളത്തിൽ കാൽ ചവിട്ടുന്ന പോലെ ഇരിക്കും. ഒന്നുമില്ലാതെ താഴെ പോകുന്ന പോലെ ഇരിക്കും. കർത്താവ് പറയാണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു യജമാനനെ ചതിച്ചിട്ട് മറ്റവൻ്റെ കൂടെ പറ്റിച്ചേരാം, ഒന്നിൽ ഒരാളെ തള്ളിയേ പറ്റത്തുള്ളൂ. അപ്പോൾ പണത്തിൻ്റെ പിന്നാലെ ഓടുന്നവൻ എല്ലാ സമയവും അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ എനിക്ക് സമ്പാദിക്കാൻ കഴിയും, എങ്ങനെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ഒരു ഓട്ടമായിരിക്കും. കാരണം അന്ത്യകാലത്ത് എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളെയും പിശാച് സ്വയത്തിലേക്കും ദ്രവ്യത്തിലേക്കും പണത്തിലേക്കും തിരിച്ചു കളയും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മനസ്സിനെ ശോധന ചെയ്യാൻ അമൃതയുടെ മനസ്സിനെ അമൃത ശോധന ചെയ്യണം. അന്ത്യകാലത്ത് അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ എന്തിൻ്റെ പിറകിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ദൈവത്തിൻ്റെ പിന്നാലെയാണോ? ഞാൻ ദൈവരാജ്യത്തിൻ്റെ പിന്നാലെയാണോ? അതോ ഞാൻ പണം പറയുന്നത് പോലെ കേട്ട് ലോകത്തിൻ്റെ പിന്നാലെയാണോ ഞാൻ ഓടുന്നത്? പണമാണോ എന്നെ നിയന്ത്രിക്കുന്നത്, അതോ ദൈവമാണോ എന്നെ നിയന്ത്രിക്കുന്നത്? ഒരിക്കൽ സംഭവം പറഞ്ഞുകൊണ്ട് ഇന്നപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് പറയാം കേട്ടോ. ഒരു കുഞ്ഞിനെ പഠിച്ചു, അവൾക്കൊരു ജോലി കിട്ടി. അങ്ങനെ ആ ജോലിക്ക് കടന്നുപോയി സന്തോഷത്തോടെ പോവുമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി സാലറി ഉള്ള ഒരു ജോലി അവൾക്ക് വന്നു. അന്നേരം അവർ പറഞ്ഞു, സൺഡേ ഓഫില്ല എന്ന് പറഞ്ഞു. സൺഡേ എന്തില്ല? അവധിയില്ല. സൺഡേയും വർക്ക് ചെയ്യണം. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന 30,000 ആണെങ്കിൽ അതിലെത്രയാണ്? 1,00,000 പുറത്ത് ശമ്പളമുണ്ട്. IT ഫീൽഡാണ് കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കുക, ഏതിനാണ് ഈ 1,00,000 ശമ്പളം? 1,00,000 പുറത്ത് ശമ്പളം തന്നേക്കാം, സൺഡേയും കൂടെ വർക്ക് ചെയ്യണം. ആ കുഞ്ഞ് തീരുമാനിച്ചു, ശരി എന്നാ ഓക്കെ, ഇത്രയും കാശ് കിട്ടുന്നതല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? സൺഡേ കൂടെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. സൺഡേയും ജോലി ചെയ്തു. പറ്റിയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിലും ഒരു തീരുമാനം എടുക്കാമായിരുന്നു. എന്ത്? പണത്തേക്കാൾ എനിക്ക് വലുത് ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുന്നതും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതുമാണ് എന്ന് തീരുമാനിച്ചെങ്കിൽ ആരായിരുന്നു ആ കുട്ടിയെ നിയന്ത്രിക്കുന്നത്? ആത്മാവാണ്, ദൈവമായിരുന്നു. എന്നാൽ പണം കൂടുതൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ ദൈവത്തെയും ദൈവസന്നിധിയെയും വിട്ട് ജോലിയുടെ പിന്നാലെ പോയപ്പോഴും പണമാണ് നിയന്ത്രിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ആരാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? അത് വളരെ ശ്രദ്ധിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം നമ്മൾ മാമോൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതൊരിക്കലും ദൈവത്തിൻ്റെ ഹിതമായിട്ടല്ല, പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. അന്ത്യകാലത്ത് അവൻ സകല മനുഷ്യരെയും തിരിച്ച് പണത്തിന് പിന്നാലെ കൊണ്ടുപോകും. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരുത്തനെ തട്ടണമെന്ന് പറഞ്ഞാൽ തട്ടിയിരിക്കും. കാരണം എന്താണ്? കാശ് മതി അല്ലേ? ഒരുത്തനെ കൊന്നിട്ടാണെങ്കിലും കാശ് മതി. ഒരാൾക്കെതിരെ ആഭിചാരം ചെയ്തിട്ടാണെങ്കിലും മന്ത്രവാദം ചെയ്തിട്ടാണെങ്കിലും ആ കുടുംബത്തെ തകർത്തിട്ടെങ്കിലും കാശ് മതി. അവരെ സമ്പത്ത് വേണം, പക്ഷെ അവരെ വേണ്ട. അങ്ങനാണ് ഇന്ന് മക്കൾ, സ്വന്തം മക്കൾ, കൊച്ചുമക്കൾ അല്ലേ? ശരിയാണോ ഞാൻ പറയുന്നത്? അനുഭവമുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്, അറിയാവുന്നുള്ളവരും ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ ഇന്ന് സ്വസ്നേഹികൾ, സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി എന്തും ചെയ്യാനായിട്ട് മടിക്കാത്തവരായി മാറിയിരിക്കുകയാണ്. പണത്തിൻ്റെ പിന്നാലെ പോകുന്നവരായി മാറിയിരിക്കുകയാണ്. വീണ്ടും അടുത്ത വാക്യം വായും. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും. ഞാനാണെല്ലാം, ഞാനില്ലെങ്കിൽ ഒന്നുമില്ല, ഞാനൊരു സംഭവമാണ് അല്ലേ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അന്ത്യകാലത്ത് ഇത് കൂടുതൽ കേൾക്കാൻ പറ്റും. വഴക്ക് കൂടുമ്പോഴൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പലരും ഇത് പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? എന്തിനേറെ പറയുന്നു, വിശ്വാസികൾ പോലും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന വിശ്വാസികൾ പോലും പറയുന്നത് ഞാൻ ആരാണെന്നറിയാമോ, പക്ഷെ ഞാൻ സ്നാനപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം ചത്തിട്ടില്ല, അകത്ത് തന്നെ ഉണ്ടെന്നായി പറയുന്നു. മനസ്സിലായില്ലേ?
യേശുവിൽ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, സ്വഭാവത്തെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്, ഇടയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ പുറത്തെടുക്കാം. ഇപ്പം സ്നാനപ്പെട്ടത് കൊണ്ട് കർത്തൃമേശ എടുക്കുന്നത് കൊണ്ടും ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അകത്തുള്ളത് അങ്ങനെ തന്നെ ഇരിക്കുവാന്ന്. ഞാനിപ്പോൾ ചർച്ചിൽ പോകാൻ നിൽക്കുന്നതുകൊണ്ടൊന്നും പറയുന്നില്ല. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അകത്തെല്ലാ നേച്ചറും അങ്ങനെ തന്നെ ഉണ്ട്. യേശുവിൽ മരിച്ച് സ്നാനപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് സെൽഫ്, പഴയ മനുഷ്യൻ ഡെഡ് ആവണം, അവൻ മരിക്കണം. പിന്നെ നമുക്കൊരു പുതിയ ജീവിതമോ പുതിയ ക്യാരക്ടറോ ആത്മാവ് പറയുന്ന പോലെ കേട്ടാണ് നമ്മൾ നടക്കേണ്ടത്. സ്വയം പറയുന്ന കേട്ട് നടന്നാലുണ്ടല്ലോ, നമ്മുടെ മനസ്സ് പറയുന്ന കേട്ട് നമ്മൾ നടന്നാൽ പിശാച് നമ്മളെ അവൻ്റെ വഴിക്ക് വലിച്ചുകൊണ്ടേ പോകും. ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. യേശു പറയുകയാണ്, സ്വന്തത്തിൽ നിന്ന് വന്നവൻ സ്വയമായത് സംസാരിക്കുന്നു, എന്നാൽ ദൈവം അയക്കുന്നവൻ ദൈവവചനം സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും തങ്ങളുടെ ഇഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവരെപ്പോഴും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണ്, താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ്. ഹല്ലേലൂയ. ഓരോ മക്കളെ പക്ഷെ അതിന് പിശാച് അനുവദിക്കില്ല. ഈ അന്ത്യകാലഘട്ടത്തിൽ അവൻ എല്ലാവരെയും ചങ്ങലയിട്ട് വെച്ചിരിക്കുവാണ്. പല പല പദ്ധതികളിലും എങ്ങനെയൊക്കെ അവനെ തളച്ചിടാൻ പറ്റുമോ അങ്ങനെയെല്ലാം അവനെ തളച്ചിടാനാണ് ദുഷ്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസികൾ അത് അറിയുന്നുണ്ടോ? നമ്മൾ ഇല്ല. എന്നാൽ പിന്നെ പിശാച് ഇരുന്നോട്ട്, ഒരു കൂട്ടിന് ആരും ഇല്ലല്ലോ. പിശാചെങ്കിൽ പിശാച് ആരെങ്കിലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് അവനെയും കൊണ്ടിങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് പോവുക. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം, നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കരുത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മക്കളുടെ ജീവിതത്തെ. അതിനെ തിരിച്ച് പിടിച്ച് വാങ്ങണം ദുഷ്ടന്റെ കയ്യിൽ നിന്ന്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും, 3 കാര്യങ്ങൾ പറഞ്ഞേ. അഹങ്കാരികൾ. അയ്യോ, കേട്ടുണ്ടോ? ഒത്തിരി അഹങ്കരിക്കുന്നവരായിരിക്കും അവരിലെ. നിങ്ങളിത് മനസ്സിലാക്കുക. അന്ത്യകാലത്ത് ഇങ്ങനെ ആവും. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ അങ്ങനെ ആകുന്നതിലോ നിങ്ങളുടെ ഭവനത്തിലുള്ളവർ അങ്ങനെ ആകുന്നതിലോ ഒരിക്കലും ആശ്ചര്യപ്പെടരുത്. അതിനുവേണ്ടി അത് പറഞ്ഞു തരുന്നത്. അന്ത്യകാലത്ത് ഇത് കുറഞ്ഞു വരുമെന്നല്ല, കൂടി വരും. അഹങ്കാരത്തിന് കൈയും കാലം വെച്ചെന്നൊക്കെ നമ്മൾ പറയില്ലേ? ചിലരെ നോക്കിയിട്ട് ഇത് അഹങ്കാരത്തിന് കൈയും കാലം വെച്ചതാണെന്ന് പറയും. അതുപോലെ അഹങ്കാരികളായി മാറും. പിന്നെ എന്താ പറയുന്നത് നോക്കിക്കേ? ദൂഷകരും ദുഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ആവശ്യമില്ലാത്തതിന് എല്ലാം ഇവർ കളിയാക്കും. എല്ലാത്തിനും ഇവർ പരിഹസിക്കും. ദൈവവേലയെ പരിഹസിക്കും, ദൈവവേലക്കാരെ പരിഹസിക്കും, ചർച്ചിൽ പോകുന്നവരെ പരിഹസിക്കും, അന്യഭാഷ പറയുന്നവരെ പരിഹസിക്കും. മുഴുവനും അതേ ഉണ്ടാകും. പിന്നെ എന്താ പറയുന്നത്? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. അന്ത്യകാലത്ത് അനുസരിക്കുന്ന മക്കൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാണ്? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. മക്കൾ എങ്ങനെയായിരിക്കും? അന്ത്യകാലം അടുക്കും തോറും നമ്മുടെ യുവതലമുറ, നിങ്ങൾ ഈ ദേശത്തൊന്ന് എടുത്തു നോക്കിക്കേ, എത്ര പേരാണ് അമ്മയെ അപ്പനെ അനുസരിച്ച് പോകുന്ന മക്കളുള്ളത്? ഇല്ല. അമ്മ 1 പറയുകയാണെങ്കിൽ അവർ 4 പറഞ്ഞ് 4 ചോദ്യം കൂടെ ചെയ്തിട്ട് അവർ എസ്കേപ്പ് ആവും. ആരാധനയ്ക്ക് വാടാ. ഏത് ആരാധന? എന്ത് ആരാധന? എവിടെയുള്ള ആരാധന? നിങ്ങൾ ആരാധനയ്ക്ക് പോയിട്ട് എന്ത് കിട്ടി? എല്ലാ ക്വസ്റ്റ്യനും അവർ ചോദിച്ച് ന്യായങ്ങളെല്ലാം പറഞ്ഞ് അവർ തടിതും. അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്ത ഒരു തലമുറ എഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ മക്കളെ വചനം പറയുന്ന പോലെ പത്യവചനത്തിൽ വചനം പഠിപ്പിച്ചവരെ വളർത്തിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. വചനം പഠിപ്പിച്ച് വചനത്തിൽ വളർത്തിയില്ലെങ്കിൽ ഇടയ്ക്ക് ദുഷ്ടൻ വന്നവരെ മോഷ്ടിച്ചുകൊണ്ട് ലോകത്തിലേക്ക് പോകും. നിങ്ങൾക്കറിയാമോ? കർത്താവ് പറഞ്ഞ 2 പുത്രന്മാരുടെ ഉപമയുണ്ട്. അതറിയാമോ? ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലായിടത്തും ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെയാണെന്നാണ് തോന്നുന്നത്. താങ്ക് യു ജീസസ്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു കേട്ടോ. ലൂക്കോസിൻ്റെ സുവിശേഷമാണ് 15-ാം അധ്യായം, അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്,
ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ ഒരപ്പന് ഉണ്ടായിരുന്നു. ഒരു മോൻ പറയുവാണ്, എന്ത് പറയുവാണ്, എനിക്ക് തരേണ്ട അവകാശം എനിക്ക് തരണം. അപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു? ഇല്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ ശരി, നിനക്ക് തരേണ്ട നിനക്ക് തരാം. വസ്തുവക എന്ന് പറയുമ്പോൾ പഴയ കാലത്തൊക്കെ ഒത്തിരി വസ്തു ഉണ്ടാവും. അവർ കൃഷി ചെയ്തൊക്കെയാണ് ജീവിക്കുന്നത്. ആടും ആടുകളുണ്ടാവും. ഇങ്ങനെയാണ് അവരുടെ ജീവിതം. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തു? ആ മകന് പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്ര. എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊടുത്ത വസ്തുവും വകയും എല്ലാം അവൻ വിറ്റിട്ട് എന്ത് ചെയ്തു? കാശാഴി വാങ്ങി കയ്യിലാക്കിയിട്ട് എന്ത് ചെയ്തു? ദൂരദേശത്തേക്ക് യാത്രയായി. അടുത്ത വാക്യം, അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് അവൻ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അവൻ ദൂർത്തടിച്ചിട്ടുണ്ടാവും, കൂട്ടുകാരൊത്ത് മദ്യപിച്ചിട്ടുണ്ടാവും അല്ലേ? വേണ്ടാത്ത പ്രവർത്തനത്തിൽ സ്ത്രീകളോടൊക്കെ അവൻ പോയിട്ടുണ്ടാവും. എന്തെല്ലാം അവന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവൻ എന്ത് ചെയ്തു? ഈ കാശ് കൊണ്ട് ചെയ്തു. അതായത് മനുഷ്യർ ദൈവരാജ്യത്തിൽ നിന്ന് ലോകരാജ്യത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണിത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു മകൻ സകലവും അവിടെ പോയി എന്ത് ചെയ്തു? നശിപ്പിച്ചു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ദേശമല്ലത്, അവൻ്റെ സ്വന്തം ദേശമല്ല. അപ്പൊ നമ്മുടെ ദേശം ഏതാണ്? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു യാത്രയിലാണ്. എത്ര പേർ പറയുന്നുണ്ട്? നമ്മളൊരു യാത്രയിലാണ്. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന പരിപാടി ഇല്ല. ഈ യാത്രയിൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിൽക്കുന്ന പരിപാടി ഇല്ല. ഇത് യാത്രയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്, നിൽക്ക വേണ്ട പോർക്കളത്തിൽ അത്രേ നാം. അടുത്ത വരി പാടിക്കും. പോർ പൊരുതി യാത്ര തുടരാം. നിങ്ങൾ പോർ പൊരുതി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആണോ? പലരും ഉറങ്ങിക്കിടക്കുക. ഈ ഉറങ്ങിയിട്ട് യാത്രയൊന്നും എത്താൻ പറ്റത്തില്ല. ഒരിക്കലും ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരം നടത്തിയതാണ്. മുയൽ വിചാരിച്ചു ആമ പതുക്കെ പതുക്കെയല്ലേ വരത്തുള്ളൂ. കുറച്ചു ദൂരം ഓടിയിട്ട് ഒരു മരച്ചൂട്ടിൽ കിടന്ന് ഉറങ്ങി. ആമയോടാണ് കളി. ആമ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലെത്തി. മുയൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആമയെ കാണാനില്ലോ. നോക്കിയപ്പോൾ അതാ ട്രോഫി പിടിച്ച് നിൽക്കുന്നു ആമ. ഓട്ടപ്പന്തയത്തിൽ ആര് ജയിച്ചു? ആമ ജയിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഓട്ടക്കളത്തിൽ ഉറങ്ങാൻ പാടില്ല.
മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആത്മീയ ഉറക്കമൊക്കെ വിട്ടേ പറ്റത്തുള്ളൂ. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി നിങ്ങളെ ഉറക്കി കിടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. നമ്മൾ ഉറങ്ങിക്കിടക്കരുത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. നിങ്ങൾ എത്ര മണിക്ക് രാവിലെ എഴുന്നേൽക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ? ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എഴുതിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, എങ്കിലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ 5 മണിക്ക് 5:30 മണിക്ക് കഴിയുന്ന പോലെ രാവിലെ സമയങ്ങളിൽ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നിലോട്ടൊരു യാത്ര വേണമെങ്കിൽ. കാരണം എല്ലാ ദിവസവും വഴിയിൽ വലവിരിക്കുന്നുണ്ട്. ആരാ? വേട്ടക്കാരൻ. പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ, പേര് ചുമ്മാ പറഞ്ഞ കേട്ടോ. ഈ വല വിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ കെണികളെ ഭേദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾ അതിൽ കുരുങ്ങും. പിന്നെ അയ്യോ വലയിൽ കുരുങ്ങിയെന്ന് പറഞ്ഞ് അവിടെ വിളിച്ചിട്ട് കാര്യമില്ല. ഈ പക്ഷി വേട്ടക്കാരൻ്റെ കെണിയിൽ കുടുങ്ങാതെ രക്ഷപ്പെടുന്നത് പോലെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ ഉണരണം. കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, ശത്രുവിന്റെ വലകളിൽ കെണികളിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേ. ഇത് അന്ത്യനാളുകളാണ്. നമ്മൾ ഉണരേണ്ട സമയം കഴിഞ്ഞു, പ്രാർത്ഥിക്കേണ്ട സമയം നമുക്ക് കഴിഞ്ഞു. അലാറം വെച്ചാലും അറിയത്തില്ല നമ്മൾ, അല്ലേ? അലാറം വെച്ച് കിടക്കാമെന്ന് വിചാരിക്കുവാണ്. അലാറത്തെ ഓഫ് ചെയ്ത് നമ്മൾ ഉറങ്ങും. അലാറത്തിനൊന്ന് ശബ്ദിക്കാൻ കേട്ട സമയം എന്ന് പറഞ്ഞ് അലാറത്തിനെ 2 വഴക്ക് പറഞ്ഞൊക്കെ നമ്മൾ ഉറങ്ങും. അങ്ങനെയല്ല. ഉറക്കം വന്നാൽ രാവിലെ സമയങ്ങളിൽ ഒരു 3 മണി സമയം മുതൽ 6 മണി സമയം വരെ അതിനകത്താണ് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കേട്ടോ. ആ സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല സമയമാണ്. 12 മണിക്ക് പ്രാർത്ഥിക്കരുതെന്നല്ല. ആ സമയങ്ങളിൽ നമ്മൾ എഴുന്നേറ്റിരിക്കണം, പ്രാർത്ഥിക്കണം. ശത്രു പല കാര്യങ്ങളും മെനയുന്ന സമയമാണത്. നമുക്കെതിരായിട്ടുള്ള പദ്ധതികൾ, നമുക്കെതിരായിട്ടുള്ള കരുനീക്കങ്ങൾ എല്ലാം അവൻ കൊണ്ടുവരുന്ന സമയം. നിങ്ങൾക്കറിയാം, ഈ ആഭിചാരവും പൂജയും മന്ത്രവാദവും ഒക്കെ എപ്പോഴാണ് നടക്കുന്നത്? എപ്പോഴാണ്? ആ സമയത്ത്. അറിയാമെന്നുള്ളവർക്ക് അറിയാം, ഹിന്ദുവിൽ നിന്നൊക്കെ കൺവേർട്ടായി വന്നവർക്ക് അറിയാമായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ആ സമയത്തല്ലേ യുദ്ധം ചെയ്യേണ്ടത്? അവനെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ കള്ളം വന്ന് മോഷ്ടിക്കേണ്ട എല്ലാം മോഷ്ടിച്ചു, പിന്നെ കള്ളം വന്നേ എന്ത് കാര്യത്തിന്? കള്ളൻ വരുന്ന സമയം ഇന്നതെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉണരാനും ആ സമയത്ത് പ്രാർത്ഥിക്കാനും കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യമാണത്. നിങ്ങൾ റെഗുലറായിട്ട് അങ്ങനെ എഴിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണർന്നോളും. ഞാനൊരു 2-2:30 സമയത്ത് കൃത്യമായി ഉണർന്നിരിക്കും. എപ്പോൾ കിടന്നാലും ഉണരും. പിന്നെ ചില ദിവസങ്ങളില്ല, എന്നാൽ പിന്നെ കിടന്നേക്കാന്ന് പറഞ്ഞ് കിടന്നാലേ കിടക്കാൻ പറ്റും. പക്ഷേ ആ സമയത്ത് ഞാൻ ഉണരും. ആ സമയത്ത് ഞാൻ ഉണർന്ന് എഴുന്നേൽക്കും, വന്നിരുന്ന് പ്രാർത്ഥിക്കും. ദയവായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മുടക്കരുത്. എന്തു വന്നാലും മുടക്കരുത്. ബാക്കി എന്ത് കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിക്കണം. 1 മണിക്കൂറെങ്കിലും രാവിലെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചേ മതിയാവൂ. നിനക്കെതിരെ ഉണ്ടാകുന്ന ആയുധങ്ങൾ ഫലിക്കുകയില്ലല്ലോ. ആ വാക്യം 10 പ്രാവശ്യം അങ്ങ് പറയാം. പറയുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ഫലിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എതിരായി ഉണ്ടാകുന്ന ആയുധം ഫലിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആയുധം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണല്ലോ, അല്ലേ? പിശാചിന് വേറെ പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലും ആയുധമൊക്കെ നമുക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അതിനെ തകർത്തു കളയുക എന്നുള്ളത് നമ്മുടെ അധികാരമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അധികാരം ആരുപയോഗിക്കണം? യേശു ഉപയോഗിക്കുവിനി. നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ പറയണം, നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ എനിക്കെതിരായി, എൻ്റെ കുടുംബത്തിനെതിരായി, എൻ്റെ സാമ്പത്തികത്തിനെതിരായി, എൻ്റെ നന്മകൾക്കെതിരായി ദുഷ്ടനും അവൻ്റെ കൂട്ടാളികളും ചേർന്നുണ്ടാക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ രക്തത്തിലും പ്രഭാതത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. പ്രാർത്ഥിക്കാമോ? എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിന് വേണ്ടി. അവരൊന്നും കർത്താവിൻ്റെ അടുക്കലേക്ക് ഇതുവരെ വന്നിട്ടില്ലയോ? കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നിലവിളിച്ച് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അവർ ജീവിതത്തിൽ നല്ല നിലയിലായിരിക്കുന്നു എന്നല്ല, അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അതാ വേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെടുന്നെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തും, ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി എപ്പോഴും ആകുലപ്പെടുമായിരുന്നു. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങൾ അവരെങ്ങനെ പഠിപ്പിക്കും? അവരുടെ ഭാവി എന്താവും?
കർത്താവ് പറഞ്ഞു, നിന്റെ കുഞ്ഞോ എന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ അവരെ കൂടെ കൊണ്ടുവന്ന പോലെയാണ് ഞാൻ. കർത്താവ് പറഞ്ഞു, അവരെൻ്റെ മക്കളാ, അവരെൻ്റെയാ. അതോടെ എൻ്റെ എല്ലാ ആകുലത അങ്ങ് മാറി. നിങ്ങളുടെ മക്കളാരും നിങ്ങളുടേതല്ല. നിങ്ങൾ വന്നപ്പോൾ അവരെ കൊണ്ടുവന്നിട്ടില്ല. ദൈവം നിങ്ങൾക്ക് തന്ന ദാനമത്രയാകും. ഹല്ലേലൂയ. അവരെ നിങ്ങൾ പോറ്റി വളർത്തണം. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നത് സ്വർഗമാണ്, നമ്മളല്ല. നമ്മൾ ഏതാണ്ടാ ചെയ്യുന്നെന്ന് പറഞ്ഞു. ദയവായി അതിൻ്റെ മേലെ ഒരു ടെൻഷനും അടിക്കരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിക്കുക, കർത്താവേ അവരപ്പൻ്റെ വേലക്കാരായി എഴുന്നേൽക്കട്ടെ. ബാക്കി അവർക്ക് എന്ത് കിട്ടുന്നോ, ജോലിയോ അവരുടെ സാമ്പത്തികമോ, അതൊന്നും നമ്മുടെ പരിപാടിയല്ല. അവർ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടാൽ ബാക്കി കൊടുക്കേണ്ട നന്മകൾ ദൈവം കൊടുക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് വേണ്ടത് ദൈവം തരും. നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട, മക്കളെക്കുറിച്ച് വിചാരപ്പെടണ്ട, നമ്മുടെ ഒരു സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ ഓരോ ദിവസവും ഉള്ള കയ്യിൽ വഹിച്ചിട്ടാണ് നടത്തുന്നത്. നമ്മൾ ആ ഒരു സുരക്ഷയെപ്പറ്റി എത്രമാത്രം ബോധറാണെന്ന് നമുക്കറിയാം. എനിക്കറിയത്തില്ല എത്രമാത്രം നിങ്ങളത് മനസ്സിലാക്കുന്നു, ദൈവം നിങ്ങളെ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. പറയുകയാണ്, അവൻ സർവവും വിട്ടിട്ട് ദൂരദേശത്തേക്ക് പോയിക്കളഞ്ഞു. പിതാവിന്റെ അടുക്കൽ അവനായിരിക്കേണ്ട, അവന്റെ ദേശം അവിടെയാ, ദൈവരാജ്യത്തിലാ നമ്മുടെ ദേശം. അവിടെ നിന്നും മാറി അനേകർ ഇന്ന് ലോകത്തിലേക്ക് പോയി. അവിടെ പോയി ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ, ആ പാപങ്ങളിലെല്ലാം അകപ്പെട്ടു. അന്നേരം അവന്റെ കൂടെ നിൽക്കാൻ ഒത്തിരി കൂട്ടുകാരന്മാരുണ്ടാവും കേട്ടോ. അവനൊന്നുമില്ലാതായപ്പോ, ശൂന്യനായി തീർന്നപ്പോ എല്ലാവരും അവനെ വിട്ടുപോയി. അവൻ അപ്പന്റെ വീട്ടിൽ സുഖലോലുപനായി കഴിഞ്ഞിരുന്നവൻ, അപ്പന്റെ സർവൻസ് അവൻ ആഹാരം വിളമ്പിക്കൊടുത്തുന്നവൻ, സ്വന്തം തുണി പോലും അവൻ അലക്കണ്ടായിരിക്കാം, അതുപോലെ വളർന്നവൻ അവിടെ പോയി അവിടെ ഒരു പൗരനോട് പോയി ചോദിക്കുക, എനിക്ക് എന്തേലും ഒരു ജോലി തരുമോ? കാരണം വയറ് ഒഴിഞ്ഞ് കിടക്കുമ്പോൾ വിശപ്പ് അല്ലേ, എനിക്ക് എന്തേലും ഒരു ജോലി. എന്നാ പറഞ്ഞു, നീ പന്നിയെ നോക്കിക്കും, നിനക്ക് പന്നിയെ നോക്കുന്ന ജോലി തന്നേക്കാം. ഏറ്റവും നികൃഷ്ടമായ ഒരു ജോലി അവനെ ഏൽപ്പിച്ചു. പന്നിക്ക് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം പോലും അവന് തിന്നാൻ കിട്ടാതായി. വാളവിര എന്ന് പറയുന്ന ഒരു ഭക്ഷണമാണ് പന്നിക്ക് അവർ കൊടുക്കുന്നത്. എന്തായി വാളവിര എന്ന് പറഞ്ഞാൽ? പന്നിയുടെ ആഹാരം. അങ്ങനെ നമുക്കറിയാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതൊരു ചെടിയാണ് കേട്ടോ, അതൊരു ചെടിയാണ്. അതൊരു ചെടിയാണ്. അത് ഏകദേശം 10 അടിയോളം ഉയരത്തിൽ അത് വളരും. 10 അടി എന്ന് പറഞ്ഞാൽ ഈ കർട്ടൻ വന്നിട്ട് 9 അടിയാണ്, കുറച്ചുകൂടി മുകളിലും അത് വളരും. അതിനകത്ത് ഫലം കായ്ക്കും, വലിയ ഫലം ഉണ്ടാവും. അതിൽ ഒത്തിരി നീളമുള്ള ഫലമാണ്. അതിനകത്ത് നിറയെ വിത്തുകളുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഫലമാണ് ഈ വാളവിരയിൽ ഉണ്ടാകുന്നത്. ഞാൻ ഏതാണ്ട് ചിന്തിച്ചിരുന്ന ഈ വാളവിര എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോഴിക്കൊക്കെ കൊടുക്കുന്ന തവിട് പോലെ അങ്ങനെ എന്തെങ്കിലുമുള്ള സംഭവമായിരിക്കും. അങ്ങനല്ലേ. വാളവിര എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്, അതൊരു സസ്യമാണ്. അപ്പം അതിൽ പഴങ്ങളുണ്ടാകും. നമുക്കറിയത്തില്ലേ ഈ ചക്കയ്ക്കകത്ത് ധാരാളം വിത്തില്ലേ? അപ്പം അതുപോലെ ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ഈ പഴത്തെ ഒരു സീസണിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടിനെ ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഉണക്കി സൂക്ഷിക്കും. നമ്മൾ കപ്പയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കപ്പയൊക്കെ ഉണക്കി കപ്പപ്പുട്ട്, കപ്പപ്പുഴുക്ക്, പിന്നീടത്തേക്ക് എന്ത് ചെയ്യും, അത് മാറ്റി വെക്കത്തില്ലേ? അതുപോലെ ഇവർ ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഈ വാളവിര എന്ന് പറയുന്ന ആ ചെടിയിൽ ഉണ്ടാകുന്ന ഈ കായെ എടുത്തുണക്കി എന്ത് ചെയ്യും, ആ ഫലത്തെ ഇവർ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇതാണ് ഈ പന്നികൾക്കൊക്കെ ആഹാരമായിട്ട് കൊടുക്കുന്നത്. തീരെ ദാരിദ്ര്യത്തിലായിരിക്കുന്ന ജനങ്ങളും ഈ ആഹാരം കഴിക്കും. ഒന്നും കഴിക്കാനില്ലാത്തവരെന്ത് ചെയ്യും, ഈ വാളവിര ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചവര് കഴിക്കാറുണ്ട്. ആ ആഹാരം പന്നിക്ക് കൊടുക്കുന്നതിനെ അവൻ കഴിക്കാനായി ശ്രമിച്ചപ്പോൾ അതുപോലും അവന് കിട്ടിയില്ല. അന്നേരം അവൻ അവിടെ ഇരുന്ന് ഓർത്തു. എന്തോർത്തു? എൻ്റെ അപ്പൻ്റെ വീട്. അതുവരെ അവന് ഓർമ്മ വന്നില്ല. അപ്പോൾ അവനൊരു കാര്യം സംഭവിച്ചു. അതാ 16-ാം വാക്യം. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ, സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഒരു കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി
ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സൊലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്ന് ആനന്ദിക്ക. എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ മക്കളെ പറ്റിയും ദൈവത്തിന്റെ ഹൃദയത്തിലെ വേദന ഇതാ. ലോകത്തിൽ പോയി ധനത്തെ സ്നേഹിച്ച് അതിനെല്ലാം കൈവശമാക്കി ധനം കൊണ്ട് എന്തെല്ലാം പാപങ്ങൾ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്ത് അനീതിയിലും അക്രമത്തിലും അതിക്രമത്തിലും എല്ലാം എത്രയോ തലമുറ ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ഒരു അപ്പനുണ്ട്, അവനെ നോക്കിയിരിക്കുന്ന ഒരപ്പൻ. ഹല്ലേലൂയ. അതവന് മനസ്സിലാവണമെങ്കിൽ അവന് സുബോധം വരണം. സുബോധം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കുമുള്ള ബോധം വരണം. നമ്മൾ അങ്ങനെ ഒരു അപ്പന്റെ മക്കളാണെന്ന് നമുക്കെങ്ങനെയാണ് മനസ്സിലായത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നപ്പോഴല്ലേ. നമ്മൾ പാപികളായിരുന്നെന്നും ഈ ലോകത്തായിരുന്നെന്നും അവിടെ നിന്നാണ് ആ വിലയേറിയ രക്തം തന്ന് നമ്മളെ കർത്താവ് വീണ്ടെടുത്തെന്നുമുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴാണ് ആ അപ്പനെ തേടി നമ്മൾ വന്നത്. അതുവരെ നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യരോട് കൂടെ, ലോകത്തിൽ മനുഷ്യർ ജീവിച്ചതുപോലെ അവരോടുകൂടെ ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നും അപ്പനെ അറിഞ്ഞിട്ടും അങ്ങനെ ജീവിക്കുന്ന മക്കളുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹത്തോടെ കൈനീട്ടി നിൽക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോകാനല്ല ദൈവം നമ്മളെയും നമ്മുടെ തലമുറകളെയും വിളിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ ചേർന്ന് നിന്ന് ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാനായിട്ടാണ്. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായി മാറുമ്പോൾ യേശു ആഗ്രഹിക്കുന്നത് സ്വയമായിട്ടൊന്നും നീ ചെയ്യാതെ എൻ്റെ ഇഷ്ടം നീ ഭൂമിയിൽ ചെയ്യണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടങ്ങളിൽ പോകാതെ, സ്വന്തം ആഗ്രഹങ്ങളിൽ പോകാതെ, സ്വന്തം ചിന്തകളിൽ മുഴുകാതെ, സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടാതെ ഏറ്റവും ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുകയും വേണമെന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അന്ത്യകാലത്തുള്ള ദുർഘട സമയങ്ങൾ നമ്മൾ കൊഴിഞ്ഞു പോകണമെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് നമ്മൾ എഴുന്നേൽക്കണം. നമ്മുടെ മക്കൾ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി എല്ലാവർക്കും ആദ്യം വേണ്ടത് ഒരു സുബോധം ലഭിക്കണം. ഇന്ന് മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തതിന് കാരണം എന്താ? അവരുടെ ഹൃദയത്തിനകത്തൊരു ബോധ്യവും ഇല്ല. അവർ ആരാധിക്കുന്നുണ്ടോ? പിന്നെ ആരാധിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. ചർച്ചിൽ പോകുന്നുണ്ടോ? ചർച്ചിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് വായിച്ചത് 2 തിമോത്തിയോസാണ്. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞു തന്നിട്ട് നിർത്താനായിട്ട് പോകും. 2 തിമോത്തിയോസ് അല്ലേ വായിച്ചത്? അല്ലേ? ഏതാണ്? 3-ാം അധ്യായം. അതെ തന്നെ, 3-ാം അധ്യായം. ബാക്കി കൂടെ ഒന്ന് വായിച്ചേക്കാം. വാത്സല്യമില്ലാത്തവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളന്മാരുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അവർക്കൊരു വേഷം ഉണ്ടായിരിക്കും. കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ ചർച്ചിൽ ഏതൊക്കെ ചർച്ചിലൊക്കെ പോകുന്നുണ്ട്. ആരാ? കർത്താവ് യേശുവാ എന്നല്ല അവർ പറയും. പക്ഷെ പുറത്ത് മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല. പുറത്തുണ്ടായിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഭക്തിയുടെ വേഷം ധരിക്കും, പക്ഷെ ശക്തിയെ ഉപേക്ഷിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു തലമുറ അന്ത്യകാലത്തുണ്ടാവും. ഭക്തിയാണെന്ന് എല്ലാവരും നടിക്കും, പക്ഷെ അകത്തൊരു ഭക്തി ഉണ്ടാകത്തില്ല. ചർച്ചിൽ പോകുന്നു ചോദിച്ചാൽ ചർച്ചിലൊക്കെ പോകും, പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനൊന്നും വരത്തില്ല. കർത്താവേ യേശുവേ യേശുവേ എന്ന് ഒരുപാട് പ്രാവശ്യം വിളിക്കും, പക്ഷെ ചെയ്യുന്ന യേശുവിൻ്റെ ഇഷ്ടമാണോ? സ്വന്തം ഇഷ്ടമാണ്, സ്വാർത്ഥമോഹങ്ങളിലാണ് നടക്കുന്നത്. ഞാൻ അനേകരോട് സുവിശേഷം പറയുമ്പോൾ ഓൾറെഡി ചർച്ചിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരോട് നമ്മൾ പോയി പറയുവാണ്, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണം. യേശുവിനെ അറിയാമോ നിങ്ങൾക്ക്? ആരാ യേശു എന്ന്? പിന്നെ എനിക്കറിയാം, യേശു രക്ഷകനാണ്, കർത്താവാണ്, എല്ലാമാണ്. യേശുവിന് ഒരു ഇഷ്ടമുണ്ട് നിങ്ങളെക്കുറിച്ച്. അങ്ങനെയൊക്കെ ഉണ്ടോ? അതവർക്കറിയില്ല.
യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. ആ വാക്യം പറയാമോ? മത്തായി 7:21 വായിച്ചേ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, ആ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ അങ്ങാണ് എൻ്റെ കർത്താവ് കർത്താവേ യേശുവേ എന്ന് നമ്മളൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടല്ല കാര്യം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം, എന്നാലേ ഇവിടെ പോകാൻ പറ്റൂ. സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പൊ ഇഷ്ടം ചെയ്തില്ലെങ്കിലോ അങ്ങോട്ടുള്ള യാത്ര ചിന്തിക്കണ്ട, ക്യാൻസൽ. സഹോദരങ്ങളെ, നമ്മളെല്ലാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാ? യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടാനല്ലേ, യേശുവിനോടൊത്തൊരു വാസത്തിനല്ലേ നമ്മളായിരിക്കുന്നേ. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തുവാണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരിയ്ക്കുവാണ് ഇതിനകത്ത്. എന്താണെന്ന് അറിയത്തില്ല. എന്താ ഞാൻ യേശുവിന് വേണ്ടി ചെയ്യണ്ടേ? നമ്മൾ വിചാരിക്കുന്നു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടുന്നു, തേർഡ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോവുക, അതാണ്. എന്നാൽ കർത്താവ് പറയുന്നു അങ്ങനെയൊന്നും പരിപാടി നടക്കത്തില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാ, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ആര് ആ ഇഷ്ടം കൊണ്ടുവരും? നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നേ മതിയാവും. നമ്മൾ ഓരോരുത്തരും ആ ഇഷ്ടം ചെയ്തേ മതിയാകൂ. നമ്മുടെ തലമുറകൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എഴുന്നേറ്റേ മതിയാവൂ. അന്ത്യകാലം അടുക്കും തോറും ഒന്നിനൊന്നിന് ഈ ലോകത്തിലെ ജീവിതം കഠിനമായി വരും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ കർത്താവുമായി ആഴത്തിൽ ബന്ധമുള്ളവനെ നിൽക്കൂ, അല്ലാത്തവരെല്ലാം വീഴും. ദൈവവുമായി ആഴത്തിൽ ബന്ധമില്ലാത്തവരെല്ലാം തന്നെ അന്ത്യകാലത്ത് വീഴാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് നിലനിൽക്കാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ ഹിതം എനിക്ക് ചെയ്തേ മതിയാവൂ. എൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുള്ള പദ്ധതിയിലേക്ക് കടന്നു വന്നേ മതിയാകൂ. ലോകത്തിലും ലോകമോഹങ്ങളിലും ഞാൻ ആയിപ്പോകരുത്. പിശാചെന്നെ ആ റൂട്ടിലേക്ക് വലിച്ചോണ്ട് പോകാനായിട്ട് ഇടയായി തീരരുത്. വചനം പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു. പിന്നെ ആരാ നിലനിൽക്കുന്നേ? ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിത്യതയിലും അവൻ നിലനിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാക്കി ആർക്കും നിലനിൽക്കാനായിട്ട് കഴിയാത്ത സമയത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം നിങ്ങൾ വിട്ടിട്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ഓടണം. എന്താ മുൻപിലുള്ളത്? ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പദ്ധതി, അതാ മുമ്പിലുള്ളത്. പിമ്പിലുള്ളത് എന്താണ്? ലോകം. പല്ലിയെ നിങ്ങൾ ആരെങ്കിലും പിടിക്കാനായി ഓടിച്ചിട്ടുണ്ടോ? പല്ലി ഇല്ലേ? പല്ലി അടിച്ചു കൊല്ലാനായിട്ട് ഓടിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളാരും ഓടിക്കുക, കാരണം മെനക്കെടില്ല. പല്ലി അങ്ങ് ഇരുന്നോട്ട്. പല്ലി വളരെ ബുദ്ധിയുള്ള ജീവി എന്നാണ് പറയുന്നത് കേട്ടോ. ദൈവം അതിന് കൊടുത്തിട്ടുള്ള കഴിവാണ്. പല്ലിയെ ഓടിക്കുമ്പോൾ അത് വാല് മുറിച്ചിട്ടിട്ട് ഓടിക്കളയും. അത് രക്ഷപ്പെടും. വാല് ഇവിടെ കിടക്കും. പൂച്ചയൊക്കെ പല്ലിയെ പിടിക്കാനായിട്ട് വരുമ്പോൾ വാല് മുറിച്ചിട്ടിട്ട് പല്ലി ഓടും. ഈ വാലിങ്ങനെ താഴെ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പൂച്ചയാണെങ്കിലോ കിട്ടിയേ എന്ന് പറഞ്ഞ് ഈ വാലിനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ആളെവിടെ പോയി? ജീവനും കൂടെ. പിന്നിലുള്ളത് മറന്നിട്ട് മുന്നിലുള്ളതിന് വേണ്ടി ഓടണം. മുന്നിലുള്ളത് ജീവനാ, അതിനു വേണ്ടിയാണ് ഓടണം. ഈ വാലിനെ നോക്കിക്കൊണ്ടിരിക്കല്ലോ. വാല് പോവും, വാല് വരും. പല്ലിക്ക് പുതിയ വാല് വരുമോ? വരും. അത് വരുന്നെങ്കിൽ അതിനെ നോക്കല്ലേ. പിൻപിലുള്ളത് മറന്നിട്ട് മുൻപിലുള്ളതിനായി ലാക്കിലേക്ക് ഓടണം. ഹല്ലേലൂയ. ഈ പിന്നിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിങ്ങനെ എപ്പോഴും ആകുലപ്പെടുന്നത്, അതിനെപ്പറ്റിയാ സഫർ ചെയ്യുന്നത്, അതിനെപ്പറ്റിയാ ചിന്തിക്കുന്നത്. വചനം പറയുന്നു അത് മറക്കണം. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പദ്ധതി, നിത്യജീവൻ, അതിലേക്ക് വേണ്ടിയുള്ള ഓട്ടം തുടങ്ങണം നമ്മുടെ ജീവിതത്തിൽ. സമയമില്ല, നമുക്കിനി സമയമില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അനേകരെ ആ ഓട്ടക്കളത്തിൽ കയറ്റണ്ടേ നമുക്ക്?
അനേകരെ കയറ്റാനാ നമ്മളെ കണ്ടിരിക്കുന്നത്, അല്ലേ ബ്രദറെ? ആണ്. അനേകരെ ആ ഓട്ടക്കളത്തിലേക്ക് പിടിച്ചു കയറ്റാനുള്ളവരാ നമ്മൾ. നമ്മുടെ ഓട്ടം തന്നെ ശരിയാകുന്നില്ല, പിന്നെ എങ്ങനെ കയറ്റാനാണ്? അല്ലേ? നമ്മുടെ ഓട്ടം തന്നെ തെറ്റിക്കിടക്കുക, ശരിയായ ട്രാക്കിലല്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും? നമ്മുടെ ഓട്ടം കറക്റ്റ് ആക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ ഓരോ ദിവസവും എന്ത് ചെയ്യണം? നമ്മൾ ഓടാനായിട്ട് തുടങ്ങണം. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ കയറി വരണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, പറ്റുന്ന സമയങ്ങളിലെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതി ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവാ നമ്മളിലൂടെ അത് ചെയ്യേണ്ടത്. നമ്മൾ ഒറ്റയ്ക്ക് അല്ല ദൈവത്തിന്റെ പദ്ധതി ഭൂമിയിൽ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. നിങ്ങൾ ദൈവസന്നിധിയിൽ എത്രത്തോളം ഇരിക്കുമോ അത്രത്തോളം ദൈവം നിങ്ങളെ ആത്മശക്തിയാൽ നിറയ്ക്കുകയും ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എത്രയോ മക്കളായിന്ന് മദ്യപാനത്തിലും മയക്കുമരുന്നിന്റെ ആസക്തിയിലും ദുരാത്മാവിന്റെ പിടികളിലും ചങ്ങലകളിലും ഒക്കെ കിടക്കുന്നത്. അവരെല്ലാം രക്ഷിക്കണ്ടേ? വേണം. രക്ഷിച്ചെടുത്തേ നമുക്ക് മതിയാവും. ആ ചങ്ങലകളെ പൊട്ടിക്കണമെങ്കിൽ അധികാരം നമുക്ക് വേണം. എത്രയോ പേരോട് നിങ്ങൾ പോയി പറഞ്ഞു നോക്കിയേ, മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മദ്യപിക്കുന്നവരുമായിട്ട് കൗൺസിലിങ്ങിനൊക്കെ ദൈവം എനിക്ക് സമയം അനുവദിച്ചു തന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ സ്വയമായിട്ട് അവരങ്ങനെ പോകുന്നതല്ല. ചില സമയത്ത് അവർക്കൊരു പ്രേരണ ഉണ്ടാവുകയാണ്, മദ്യപിക്കണം. ഇതെവിടെ നിന്ന് വരുന്നു? അവരെത്ര തീരുമാനിച്ചാലും അവർക്ക് പറ്റുന്നില്ല. ചില ദുരാത്മാക്കൾ അവരെ കൺട്രോൾ ചെയ്യുകയാണ് ആ പാപത്തിലേക്ക് പോവാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മാനുഷികമായിട്ട് യുദ്ധം ചെയ്യരുത്. ചിലപ്പോൾ വ്യഭിചാരങ്ങൾക്കായിരിക്കും പോകുന്നത്, ചിലപ്പോൾ മറ്റ് പാപപ്രവൃത്തികൾക്കായിരിക്കും. എങ്ങനെ മനുഷ്യൻ ഇതിനെല്ലാം പോകുന്നു? അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക തലമ. അതുകൊണ്ടാണ് പറയുന്നത്, ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടമില്ല. മനുഷ്യരോടല്ല നമ്മൾ പോരേണ്ടത്. അവരെ കൊണ്ടുപോകുന്ന, അവരെ തിരിച്ചു കളയുന്ന, അവരുടെ പാപത്തിൽ തള്ളിയിടുന്ന ദുരാത്മ മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ കരിച്ചു കളയാൻ കർത്താവേ എനിക്കും അധികാരം തരണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ കുടുംബം മാറും, നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾ മാറ്റും, നിങ്ങളുടെ ദേശത്തെ മാറ്റുന്നവരായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ആ ശക്തിയാലെ നിങ്ങൾ ഈ നാളുകളിൽ നിറഞ്ഞാട്ടെ.